ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം ആളുകൾ പറയുന്ന സംഭവങ്ങളിലെ ഒരൊറ്റ വാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സമാധാനം എന്ന വാക്കായിരിക്കും. കുടുംബത്തിൽ സമാധാനമില്ല, ജോലിസ്ഥലത്ത് സമാധാനമില്ല, വ്യക്തിബന്ധങ്ങളിൽ സമാധാനമില്ല, മക്കൾ സമാധാനം തരുന്നില്ല എന്നൊക്കെ. ഇന്ന് നാം ഞായറാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇന്ന് കരുണയുടെ തിരുനാൾ കൂടെയാണ്. സുവിശേഷ ഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുമ്പോൾ ഈശോ അവരുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ഈശോയ്ക്ക് വന്ന രൂപമാറ്റം സുവിശേഷങ്ങളിൽ ശ്രദ്ധേയമാണ്. തൻ്റെ ഉയിർപ്പിന് ശേഷം ശിഷ്യന്മാർ ഭയന്ന് കതകടച്ച് ഇരിക്കുമ്പോൾ ഒരു പക്ഷേ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഒക്കെ കണ്ട് യഹൂദർ ഞങ്ങളെയും പീഡിപ്പിക്കും എന്നുള്ള ഭയത്താലായിരിക്കാം ശിഷ്യന്മാർ ഒരു മുറിക്കുള്ളിൽ ഭയന്ന് ഇരിക്കുന്നത്. അവിടേക്കാണ് ഈശോ കടന്നു വരുന്നത്. അവർക്ക് സമാധാനം എന്ന് അരുളി ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം വായിച്ചാൽ ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ഇതുതന്നെയാണ് പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം വായിച്ചാൽ ഈശോ തൻ്റെ അന്ത്യത്താഴ സമയത്ത് ശിഷ്യരോട് പറയുന്നു, തൻ്റെ അപ്പോസ്തലന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം നൽകുന്ന സമാധാനം പോലെയല്ല എന്ന്. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. പ്രിയമുള്ളവരെ, പലപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധം അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് സമാധാന കരാറുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇവിടെ നാം പലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ സമാധാന കരാർ ലംഘിക്കപ്പെടുകയും വീണ്ടും യുദ്ധമുണ്ടാകുകയും ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈശോ നമ്മോട് പറയുന്ന സമാധാനം എന്ന് പറയുന്നത് ഈശോ ആകുന്ന സമാധാനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം വായിച്ചാൽ അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. സമാധാനം എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഉണ്ടാക്കുന്ന കരാറിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരവസ്ഥയെ അല്ല സുവിശേഷം സമാധാനമെന്ന് സൂചിപ്പിക്കുന്നത്. അതൊരു വ്യക്തിയാണ്, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാകുന്ന വ്യക്തിയുമായി ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക്, കുടുംബത്തിന്, സമൂഹത്തിനാണ് സമാധാനം ലഭിക്കുന്നത്. അത് യേശുക്രിസ്തുവാകുന്ന സമാധാനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അതിന് 2-ാമത്തെ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ സമാധാനമരുളുന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോട് അല്ലെങ്കിൽ സഭയോട് പറയുന്ന കാര്യം, ലോകമെങ്ങും പോയി ഈ സമാധാനത്തിൻ്റെ സുവിശേഷം എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ പ്രഘോഷിക്കുവിൻ എന്നാണ്. യേശുവിൻ്റെ ജനനത്തിലൂടെ ദൈവപിതാവ് ഈ ലോകത്തോട് കാണിച്ച കരുണ, അവിടുത്തെ പരസ്യ ജീവിതത്തിലൂടെ ദൈവപിതാവ് ഈ ലോകത്തോട് അരുളി ചെയ്ത സമാധാനത്തിൻ്റെ സുവിശേഷം ഇതാ ഇപ്പോൾ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിലും ഇതേ കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യം സഭയെ ഏൽപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇതുതന്നെയാണ് ദൈവം ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവൻ്റെ ജീവിതം വഴി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നമ്മോട് അവിടുന്ന് തൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിക്കുന്നു. ഈ ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും അവിടുന്ന് തൻ്റെ പുത്രനുമായി
ഒന്നായിക്കൊണ്ട് സമാധാനത്തിൻ്റെ സുവിശേഷം നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ആ ദൈവസ്നേഹത്തിലേക്ക് വിളിക്കുന്നു. ഇതുതന്നെയാണ് ലോകത്തോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണ. ആ കരുണയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. വാക്കുകളേക്കാൾ ഉപരി ജീവിതം കൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം. പ്രിയമുള്ളവരെ, ഈശോ ആകുന്ന ആ രക്ഷകനിലേക്ക് നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് ആ ഈശോ ആകുന്ന വ്യക്തിയിലേക്കൊരു വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ട് യഥാർത്ഥ സമാധാനം അനുഭവിച്ചുകൊണ്ട് ആ സമാധാനത്തിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതം വഴി ലോകം മുഴുവനും പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആ ദൈവം നമ്മോട് കാണിച്ച കരുണ ലോകത്തോട് കാണിക്കുവാൻ നമ്മുടെ ജീവിതം വഴി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.